ശേഷം ഇതുവരെയും നമ്മുടെ പാതകളെല്ലാം ദൈവത്തോട് ക്ഷമത്തോട് കാത്തോട് നമുക്കവരോട് ചേർന്നുള്ള അനന്തങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ എന്റെ ശരീരമെല്ലാം ഒട്ടി ഉണങ്ങിപ്പോയ നിമിഷം മരണത്തെ മുഖാമുഖമായി കണ്ടു. മെഡിക്കൽ കോളേജിൽ തന്നെ വിട്ടുകളഞ്ഞു, ഹോസ്പിറ്റലിൽ തന്നെ വിട്ടുകളഞ്ഞു. എന്റെ ബ്ലഡിനകത്ത് പൈസലോ പറയുന്നത് എനിക്ക് സങ്കടമുണ്ടെങ്കിൽ ഞാൻ പറയുക ദൈവത്തിന്റെ പ്രവൃത്തി. ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്ന രോഗപ്രതിരോധ ശക്തി പൂജ്യമായ ആളാണ് ഞാൻ. ഹോസ്പിറ്റലിനകത്ത് ഹോസ്പിറ്റലിനകത്ത് ഒരു മുസ്ലിം ഡോക്ടർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ജോൺസനെ എന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല, അത് പൂജ്യമായി പോയി. എന്നാൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഗ്രേസ് ഓഫ് ഗോഡ്. ആ ദൈവത്തെ ഇന്ന് മകൻ ഞാൻ ആരാധിക്കുന്നു. എന്റെ പ്രാണന്റെ വിരോധമായി, എന്റെ ആരോഗ്യത്തിന്റെ വിരോധമായി ആരടിച്ച കാറ്റുകളെ ദൂതന്മാരാക്കി അവനെ വഴുതിച്ചു വരുത്തിയ ദൈവം ഇന്ന് മകൻ നിന്നോട് പറയുന്നു, നിനക്കെതിരെയുള്ള എല്ലാ കാറ്റുകളും കൊണ്ട് നീ പേടിക്കണ്ടോ, അത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്യാം. ഉന്നത വെറുതെ വന്നതല്ല, ദൈവ സാന്നിധ്യം ഇന്ന് മകൻ വിശ്വസിക്കുന്നവർ ആ താങ്കളെ ചേർത്ത് വായിച്ച ദൈവത്തിന്റെ ആവേശത്തെ ആരാധിക്കുക. അത്ഭുതമായ ദൈവത്തിന്റെ മറുപടി സർവശക്തനായ ദൈവത്തിന്റെ നിലകളിൽ പാർക്കുന്ന ഒരു ധനമത ഇതവരുടെ കാറ്റുകളുടെ പെണ്ണിനുണ്ട, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാരാ. വിലപ്പെട്ട ശുശ്രൂഷകൾ നടക്കാനുള്ളതുകൊണ്ട് സങ്കീർത്തനത്തിൽ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനീരമാകട്ടെ. കാറ്റിനെ ശ്വാസിക്കുന്നവർ കടൽക്കരയ്ക്ക് മന്ദരിയുണ്ട്, അതിന് മഹാ ദൈവത്തിന്റെ കരുണയുള്ള പങ്കരം ഇന്ന് പകൽ നമുക്ക് നേരം നീണ്ടു വരുന്നത് കൊണ്ട് ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മഹാദൈവം ഇന്ന് പകൽ ഈ സങ്കീർത്തനങ്ങളാ ഈ വചനങ്ങളെ നമ്മൾ അനുകരിക്കട്ടെ. താങ്ക് യു.
ഡോക്ടർ ജോൺസൺ മാത്യു രചിച്ച 100ഓളം പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു പാട്ടാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യാനായിട്ട് പോകുന്നത്. ആ പാട്ടിനെ കുറിച്ച് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുകയും തുടർന്ന് ദാസ് തോമസ് ആ പാട്ട് പ്രകാശനം ചെയ്യുകയും ചെയ്തു.